മലയാള സിനിമ പുതിയ ഉയരങ്ങൾ താണ്ടിയ വർഷമായിരുന്നു 2024. ഒരേ സമയം വാണിജ്യപരവും കലാമൂല്യവുമുള്ള ഒരുപിടി ചിത്രങ്ങളാണ് ഈ വർഷം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചിത്രം 200 കോടി ക്ലബിൽ കയറി എന്ന നേട്ടത്തിനും 2024 സാക്ഷിയായി. വൻ താരങ്ങളല്ല, നല്ല കഥയും മേക്കിങ്ങുമാണ് സിനിമയുടെ പ്രധാന ഘടകങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ താരപരിവേഷം ഊട്ടിയുറപ്പിക്കുന്ന മാസ് മസാല ചേരുവകളെ മലയാളി പൂർണ്ണമായി കൈവിട്ടിട്ടില്ല എന്ന് കൂടി 2024 തെളിയിക്കുന്നുണ്ട്. 2013 പുറത്തിറങ്ങിയ ദൃശ്യമായിരുന്നു ബോക്സ് ഓഫീസിൽ കണക്കുകളിൽ ആദ്യമായി അത്ഭുതം സൃഷ്ടിച്ചത്. ആദ്യമായി 50 കോടി കളക്ഷൻ നേടിയ ചിത്രമെന്ന നേട്ടം ദൃശ്യത്തിനായിരുന്നു. പുലിമുരുകനിലൂടെ 100 കോടിയും ലൂസിഫറിലൂടെ 150 കോടിയും സ്വന്തമാക്കി മോഹൻലാൽ ബോക്സ് ഓഫീസ് രാജാവ് എന്ന പട്ടം സ്വന്തമാക്കിയിരുന്നു. എങ്കിലും പിന്നീട് 100 കോടി ക്ലബ്ബുകൾ മലയാളത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ചു. എന്നാൽ 2024 എന്ന ഒറ്റ വർഷം ഈ പോരായ്മകളെയെല്ലാം പരിഹരിക്കുന്നതായിരുന്നു. ഈ വർഷം മാത്രം 12ഓളം സിനിമകളാണ് 50 കോടി ക്ലബിൽ ഇടം നേടിയത്. അതിൽ തന്നെ 5 സിനിമകൾ 100 കോടി ക്ലബിൽ ഉൾപ്പെട്ടവയാണ്. അതിലൊന്ന് 200 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടതാണ് എന്നതാണ് മറ്റൊരു കൗതുകം. സൂപ്പർ താരങ്ങളില്ലാതെ 200 കോടി കളക്ഷൻ നേടി എന്നതാണ് മഞ്ഞുമൽ ബോയ്സിനെ ശ്രദ്ധേയമാക്കുന്നത്. സൗബിൻ ഷാഹിർ, ഗണപതി, ശ്രീനാഥ് ഭാസി, ദീപക് പറമ്പോൾ എന്നീ താരങ്ങളെ അണിനിരത്തി ചിദംബരം അണിയിച്ചൊരുക്കിയ മഞ്ഞുമൽ ബോയ്സ് 242.3 കോടിയാണ് നേടിയത്. 2024 എന്നല്ല, മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി ഇത് മാറി. പൃഥ്വിരാജിന്റെ മികച്ച പ്രകടനവുമായി എത്തിയ ബ്ലസ്സി ഒരുക്കിയ ആടുജീവിതമാണ് 2ാം സ്ഥാനത്ത്. 160 കോടി രൂപയാണ് ആടുജീവിതം സ്വന്തമാക്കിയത്. വാണിജ്യ സാധ്യതകളേക്കാൾ കലാമൂല്യമേറെയുള്ള സിനിമയെ ബോക്സ് ഓഫീസ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഫഹദ് ഫാസിൽ മാസ് മസാല വേഷത്തിൽ തകർത്താടിയ ആവേശമാണ് 3ാം സ്ഥാനത്തെത്തിയത്. ആവേശം 154.60 കോടി രൂപയാണ് നേടിയത്. മലയാള സിനിമയിലെ പുത്തൻ താരോദയങ്ങളായ നസ്ലിൻ, മമിത ബൈജു എന്നിവർ നായകനും നായികയുമായി എത്തിയ പ്രേമലു 136 കോടി രൂപ നേടി 4ാം സ്ഥാനത്തെത്തി. 5ാം സ്ഥാനത്തുള്ളത് ടൊവിനോയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം അജയന്റെ 2ാം മോഷണമാണ്. 106 കോടി രൂപയാണ് അജയന്റെ 2ാം മോഷണത്തിന്റെ കളക്ഷൻ. ഈ 5 സിനിമകൾ മാത്രം 789.8 കോടി രൂപയാണ് നേടിയത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ 90 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് നേടി. വെറും 15 കോടിയിൽ ഒരുക്കിയ ചിത്രമാണ് 6 ഇരട്ടിയിലധികം കളക്ഷൻ നേടിയത്. മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഭ്രമയുഗം 85 കോടിയാണ് നേടിയത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ, നിവിൻ പോളി, അജു വർഗീസ് എന്നിവരെ അണിനിരത്തി മിനി ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷം 81.56 കോടി നേടി. മികച്ച തിരക്കഥയും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഒരു സിനിമയുടെ വിജയത്തിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ നല്ല ഉദാഹരണമായിരുന്നു കിഷ്കിന്ധാകാണ്ഡത്തിന്റെ വിജയം. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം 75.25 കോടിയാണ് നേടിയത്. മമ്മൂട്ടിയുടെ മാസ് പരിവേഷത്തിലെത്തിയ ടർബോ 70.1 കോടി രൂപയാണ് നേടിയത്. 70 കോടി മുതൽ 242 കോടി വരെ കളക്ഷൻ ലഭിച്ച 10 സിനിമകളാണ് ഉള്ളത്. ടൊവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും 50 കോടി ക്ലബിൽ പതിയെയാണ് കയറിയത്. നസ്രിയ നസീം, ബേസിൽ ജോസഫ് ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനി ഇതുവരെ 50 കോടിയോളം കളക്ട് ചെയ്തു. 50 കോടി ക്ലബിൽ എത്തിയില്ലെങ്കിലും 40 കോടി പിന്നിടാൻ ജയറാമിന്റെ എബ്രഹാം ഓസ്ലറിനായി. നവഗതർക്ക് പ്രാമുഖ്യം നൽകി ഒരുക്കിയ വാഴ എന്ന കോമഡി ഡ്രാമ 40 കോടി നേടി. വെറും 4 കോടിക്കാണ് ഈ സിനിമ ഒരുക്കിയതെന്ന് അറിയുമ്പോഴാണ് വാഴയുടെ വിജയം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാവുക.